ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നിങ്ങളിത് ചൂല് കണ്ടോ? ഇതിനെ ചൂലെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ പേരാണ് വെറ്റ് ആൻഡ് ഡ്രൈ മോപ്പ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ സ്ട്രാപ്പ് കണ്ടില്ലേ? ഈ സ്ട്രാപ്പാണെങ്കിൽ ഒന്നുകൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമേ. ഇത് പിന്നെ ഇതിൻ്റെ സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവിങ് ആണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് തിരികെ എടുക്കുകയൊക്കെ ചെയ്യാം. വളരെ ഈസിയാണ് ഇത് ഉപയോഗിക്കാൻ കേട്ടോ. പിന്നെ ഇതിൻ്റെ ത്രെഡ് വന്നിട്ട് മൈക്രോ ഫൈബർ ത്രെഡാണേ. ഇത് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് പിന്നെയും തൂത്തെടുക്കാവുന്നതാണ്. നടുവേദന ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഇത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ആണെങ്കിൽ എനിക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവാത്തതുകൊണ്ട് എനിക്കിതിൻ്റെ ലിങ്കൊന്നും ഇടാൻ പറ്റത്തില്ല. ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് ഉണ്ട്. ഇതിന് 390 രൂപ സംതിങ് എങ്ങാണ്ടാണ് ഇതിൻ്റെ വില കേട്ടോ. പിന്നെ ഇത് എന്താ പറയുന്നത്, ആദ്യം ഇത് കുറച്ച് ബുദ്ധിമുട്ടാകും. പിന്നെ നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞ് 2 ആഴ്ച ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കതങ്ങ് പരിചയമാകും കേട്ടോ. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് അഴുക്ക് കണ്ടില്ലേ, അത് നമുക്ക് ഊരിയെടുത്തതിന് ശേഷം നമുക്ക് സോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് അത് കഴുകി വാഷ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും അത് ഇതുണ്ടല്ലോ നമ്മുടെ ബ്രഷ് വെച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി കഴിഞ്ഞിട്ട് പിഴിഞ്ഞിട്ട് അത് നല്ല വെയിലുണ്ടെങ്കിൽ 1 ദിവസം കൊണ്ട് നമുക്കിത് ഉണങ്ങി കിട്ടും കേട്ടോ. എനിക്കിത് നല്ല ഉപകാരമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് വാങ്ങി ഉപയോഗിക്കണേ. പിന്നെ ഈ ചൂല് കണ്ടോ, ഇതാണെങ്കിൽ ഞാൻ നേരത്തെയൊക്കെ ഇത് ഉപയോഗിക്കുമായിരുന്നു. മറ്റേ ആ ചൂല് ഞാനൊരു 4-5 വർഷം കൊണ്ട് അത് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ അത് എൻ്റെ ഒരു അശ്രദ്ധ കാരണം അതങ്ങ് പൊട്ടിപ്പോയതാണേ. ഇതിനാണെങ്കിൽ 230 സംതിങ് എങ്ങാണ്ടാണ് ഇതിൻ്റെ വില. പക്ഷേ ഇത് പെട്ടെന്ന് ഇതങ്ങ് പോവും. ഇത് വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോഴായാലും നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോവും കേട്ടോ. അത് നിങ്ങളൊന്നും മേടിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ആണെങ്കിൽ ഞാൻ ഇത് കാണിച്ചതെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ പെയിൻറ്റ് ചെയ്തായിരുന്നല്ലോ. കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളുടെ ഷോർട്സിനകത്ത് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തോന്നൊന്നും എനിക്കറിയത്തില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അന്ന് ഞാൻ ആ ചട്ടിയൊക്കെ മായ്ക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് കണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, പിന്നെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ. പിന്നെ പണിയുടെ ഇടയ്ക്ക് എനിക്കൊരു ഓമയ്ക്ക കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ കട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോയും കൂടെ എടുത്തിട്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണേ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്തോന്നൊന്നും അറിയത്തില്ല. ഇതിപ്പോൾ പീച്ചിങ്ങ എന്നിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബാക്കിയായി പീച്ചിങ്ങ കേട്ടോ. ഇത് പീച്ചിങ്ങ തന്നെയാണ്. ഒത്തിരിയും പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചൊരക്കയാണ് പീച്ചിങ്ങയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പം അത് 10-60,000 പേരോളം ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അതിന് നമുക്ക് മറുപടി തരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചാനലിൽ 2023 മറ്റോ ഞാൻ തുടങ്ങിയതാണ്, 2024. അപ്പോൾ അന്ന് ഞാനാണെങ്കിൽ ഒരു പൊട്ടിയ ഫോണും 2 ചട്ടിയും കലവുമായിട്ടൊക്കെ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അത് ഇന്നാണെങ്കിൽ 2000 ആൾക്കാരോളം അടുത്ത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷേ എങ്കിലും നമ്മളെ കളിയാക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. വേറെ ജോലിയില്ല, ഞാൻ ഇതിനൊക്കെ പോകുന്നത്, വേറെ പണിയൊന്നും ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നവരും ഉണ്ട്. പക്ഷേ അവരവിടെ കിടന്ന് കളിയാക്കിക്കോട്ടെ. നമുക്ക് എപ്പോഴെങ്കിലും ഒരു നല്ല കാലം വരുമ്പം നമുക്ക് കളിയാക്കുന്നവരുടെ മുമ്പിലൊക്കെ നമുക്കൊന്ന് ഞെളിഞ്ഞ് നിൽക്കാമല്ലോ. പിന്നെ അവരൊക്കെ നമ്മളെ കാണുമ്പോൾ പറയും, ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്, കമൻറ്റ് ചെയ്യുന്നില്ലെന്നുള്ളതേ ഉള്ളൂ, ഞാൻ ലൈക്ക് ചെയ്യാറുണ്ടെന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. എങ്കിലും സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല, എങ്കിലും ചെറിയൊരു സങ്കടം. എന്നാലും നമ്മളെല്ലാവരും ചെറിയൊരു ജീവിത മാർഗത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ. ഒന്നുമില്ല, നമ്മളെക്കൊണ്ട് ഒക്കുന്ന പോലൊരു വരുമാന മാർഗം നമുക്കും ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിനായിരിക്കുമല്ലോ നമ്മളെന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും ഒക്കെ.
അപ്പോൾ ആദ്യമൊക്കെ ഞാനിത് തുടങ്ങുമ്പോൾ 2 3 പേര്, 5ആയി 6ആയി, അങ്ങനെ ഇതിനിടയ്ക്ക് എനിക്ക് ചാനൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനായിട്ടൊന്നും പറ്റിയില്ല. പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ നാൾ ഞാൻ വീഡിയോ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് മോളാണ് എന്നോട് പറഞ്ഞത്, അമ്മ സാരമില്ല, അമ്മ ചെയ്തോ, അമ്മ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇടും. എനിക്കത് സത്യം പറഞ്ഞാൽ പറയുമ്പം സങ്കടം വരുന്നുണ്ട്. എങ്കിൽ തന്നെയും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നേരം എൻ്റെ മോളാണ് എന്നോട് പറഞ്ഞത്, അമ്മ ഇതങ്ങനെ തുടങ്ങ്, ചിലപ്പോൾ നന്നായിട്ട് പോവും എന്നൊക്കെ പറഞ്ഞ് അവളാണ് എനിക്ക് ഇത് കൂടുതൽ അവളാണ് എനിക്ക് സപ്പോർട്ട് ചെയ്ത്. അവൾ തന്നെയല്ല എൻ്റെ ഹസ്ബൻഡും. അവരോട് 2 പേരോടും എന്തോ പറയണ്ടേന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിൽ തന്നെ ഒരുപാട് സന്തോഷം. എന്നാലും നമ്മളെ കളിയാക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. സാരമില്ല, അവരിവിടെ കിടന്ന് കളിയാക്കിക്കോട്ടെ, എങ്കിലും നമുക്കും ഒരു നല്ല കാലമൊക്കെ വരുമായിരിക്കും. ഇപ്പം നേരത്തെ ആണെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർ പഴയ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാലും അവരുടെ വീഡിയോകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ റെഡി ആവുമായിരിക്കും. നേരത്തെ എൻ്റെയൊക്കെ ഒരു വർത്തമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ചവിട്ട് നാടകത്തിലെ ഡയലോഗ് പോലൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമൊക്കെ വന്നു. അപ്പം നമ്മളിങ്ങനെ ഇട്ട് ചാനൽ തുടങ്ങി നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു ഇതിലേക്കൊക്കെ വരുമായിരിക്കുമെന്ന് ഞാനും വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുക കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് ദിവസമായി ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ അതിന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും പിന്നെ ഇതിപ്പോൾ പീച്ചങ്ങ വിട്ടുള്ളൊരു കളിയില്ല, തീർന്നു. ഇനിയിപ്പോൾ ഇതും കൂടെ ഉള്ളൂ, ഇനിയിപ്പോൾ ആയെങ്കിലേ ഉള്ളൂ. അപ്പം ഇതാണെങ്കിൽ ഞാൻ തേങ്ങയൊന്നും അരച്ചില്ല, പയറും പിന്നെ ചെറുപയറും കൂടി ഇട്ടിട്ട് കുക്കറിൽ വെച്ചിട്ട് അടിച്ചിട്ട്, ഞാൻ തേങ്ങയൊന്നും അരയ്ക്കാതെ ഒരു ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് കടുകൊന്നും വറുത്തില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് ഇങ്ങനെ കഴിച്ചപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ രാവിലെ ചപ്പാത്തിയായിരുന്നു. രാവിലെ ചപ്പാത്തിയും ഈ പീച്ചങ്ങ കറിയും കൂടെ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി രാവിലെ കഴിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ പോന്നു. പിന്നെ നിങ്ങളൊക്കെ എന്ത് പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എന്തുകൊണ്ട് വിശേഷം? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? മഴ മാറിയല്ലോ ഇല്ലേ? ഇവിടെ മഴ ഇപ്പം ഇന്ന് നല്ല തെളിവാണ്. പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലടാ, ഇങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഇതൊരു 30 മിനിറ്റിൻ്റെ വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാനിത് ഇടുക. ഇതിനകത്ത് ഇറങ്ങി തിരിച്ചല്ലോ, എന്തായാലും നമുക്ക് വീഡിയോ ഇടാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം എല്ലാവരും എൻ്റെ ചാനലൊക്കെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യും എന്നെനിക്കറിയാം. ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ.
ഇതിപ്പോൾ 2-3 ദിവസത്തെ വീഡിയോ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു 2-3 ആഴ്ചയിൽ മേളിലായിട്ടുണ്ട് ഞാനിതിനകത്ത് വീഡിയോ ഇട്ടിട്ട് തന്നെ. അപ്പോൾ അങ്ങനെ രാവിലെ കാപ്പികുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് സെക്ഷനൊക്കെ ആണല്ലോ. തൂപ്പും തുടപ്പും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ പിന്നെ വെള്ളം അങ്ങനെ നിൽക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളം നിൽക്കുമെങ്കിൽ തന്നെയും പിന്നെ അതങ്ങ് പെട്ടെന്നങ്ങ് പറ്റിപ്പോവും. അങ്ങനെ ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ ഇതാണ് എൻ്റെ സന്തക സഹചാരി. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നേരത്തെ ഇതിൻ്റെ കയ്യിലുള്ള ഒരെണ്ണം അത് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ അത് പിന്നെ വാങ്ങിച്ചില്ല. കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനത് വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കത് ഇത് ഉപയോഗിച്ച് നമുക്ക് പിന്നെ അതില്ലാതെ വരുമ്പോൾ എന്തോ ഒരു പിന്നെ നമുക്ക് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാലായാലും പെട്ടെന്ന് നമുക്കത് തുടച്ച് മാറ്റാൻ പറ്റും കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇപ്പം നമ്മൾ ഈ സോഫയുടെ കീഴൊക്കെ ആണെങ്കിൽ തന്നെയും നമുക്കത് പെട്ടെന്ന് അതിനകത്തെ പൊടി നല്ലതുപോലെ പെട്ടെന്ന് നമുക്ക് അത് തന്നെയല്ല, നിങ്ങൾക്ക് പിന്നെ അതിനെ വലിയ പൊടികളായിട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും നമ്മളൊന്ന് സ്പ്രേ ചെയ്തിട്ടാണെങ്കിലും പെരയ്ക്കകം മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാം നല്ല എനിക്ക് അത് ഉപകാരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയല്ല, എൻ്റെ വീട്ടിൽ വരുന്നവരായാലും അപ്പോൾ അവർ ചോദിക്കാറുണ്ട്, ഇതെവിടുന്ന് വാങ്ങിച്ചതാണ്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗമൊക്കെ. അപ്പം നമ്മളിത് ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെയുള്ള ബാങ്ക് അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുള്ളല്ലോ. അപ്പം ഞാനിതുപോലെ അച്ഛനെയും കൊണ്ട് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴാണ് ഞാൻ ഇതുപോലുള്ള ഒരു ഡ്രൈ മോപ്പ് കണ്ടത്. അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു എനിക്കിത് ഉപയോഗിക്കാൻ പറ്റുമോ, ആദ്യമൊക്കെ വഴങ്ങുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് ആദ്യം നമുക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ അത് നമുക്കിത് ഡെയിലി നമ്മളിത് യൂസ് ചെയ്ത് നമുക്കതങ്ങ് പ്രാക്ടീസ് ആയിക്കോളും. ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഒരു CC പ്ലാന്റാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. എല്ലാം ഇപ്പം കുറേ ആയാലും നോക്കാതൊക്കെ ആയിപ്പം അതങ്ങെല്ലാം ചീത്തയായിപ്പോയി. പിന്നെ ഇതിൻ്റെ നമ്മൾ അകത്ത് വെച്ച് കഴിയുമ്പോഴേ പലപ്പോഴും ഒക്കെ പൊടിയൊക്കെ കയറുമല്ലോ. കയറുമ്പോൾ നമ്മളൊരു നനഞ്ഞ തുണി വെച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് തുടച്ച് കഴിയുമ്പോൾ നല്ല ഗ്ലേസിങ് കിട്ടും. എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണെങ്കിൽ ഞാൻ രണ്ടും കൂടെ കലർത്തിയാണ് വെച്ചേക്കുന്നത്. ഇത് ബ്ലാക്കും ഗ്രീനും കൂടെ കലർത്തിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് ചെടികളൊക്കെ ഒരുപാട് ചെടികൾ എൻ്റെ ഇവിടെ ജെർബറയുടെ ചെടികളാണ് കൂടുതലും. ഞാനത് ഒരു മൂട് ഉള്ള ചെടിയായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഇപ്പോൾ ഒരു 10-20 മൂടെങ്കിലും ഞാൻ അതിനകത്തുനിന്ന് മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് നമുക്ക് കണ്ടൻറ്റിൻ്റെ ഒരു ക്ഷാമമുണ്ട്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തണമെന്നുള്ള, ഇനി നമ്മളിത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ, ബോറിംഗ് ആണോ എന്നൊക്കെ ഉള്ള ഒരു പേടിയാണ്. സാരമില്ല, ഇഷ്ടപ്പെടുമായിരിക്കും. ചിലർക്കൊക്കെ ഇത് അവർക്കൊന്നും താല്പര്യം കാണത്തില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചാനലുകൾ. അപ്പോൾ എങ്കിലും ഞാൻ വിചാരിച്ചെന്തായാലും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇതാണെങ്കിൽ വീട്ടിൽ വിളക്ക് അത് ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ എടുത്ത് പൊടി പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ എടുത്ത് കഴുകി എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ആണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലയോ ചെടിയുടെ കാര്യം. ഇത് ഇഷ്ടംപോലെ കറ്റാർവാഴയുടെ തൈയുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ തരാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ ജെർബറയുടെ ഇത് ഒറ്റ ഒരു മൂടായിരുന്നു എനിക്ക്. അതിനകത്തുനിന്നാണ് ഇത്രയും തൈകൾ ഞാൻ ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റി. ഇതിപ്പോൾ എനിക്ക് റെഡും പിന്നെ പിങ്ക് കളറിലെ രണ്ട് ചെടിയാണ് എനിക്കുള്ളത്. വൈറ്റ് ഉണ്ടായിരുന്നു, അത് പക്ഷേ അത് മഴ പെയ്തിട്ട് അത് നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ചെടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചെടിയുടെ കളക്ഷനൊക്കെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് കൂട്ടാനൊക്കെ എനിക്കിഷ്ടമാണ്. വെക്കാനും അവിടെ സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അതെല്ലാം ആക്കണം. പിന്നെ ഈ ഹെൽമെറ്റ് കണ്ടോ? ഇത് ഞാനിപ്പോൾ കായംകുളത്തുനിന്ന് വാങ്ങിച്ചതാണ്. എൻ്റെ പഴയ ഒരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അത് പക്ഷേ അതങ്ങ് പൊട്ടിപ്പോയി. ഇതിന് 1050 രൂപ.
ASMRക്കൊക്കെ ഉള്ള ഇതാണ് എൻ്റെ പഴയ ഹെൽമെറ്റ് കേട്ടോ. ഈ ഹെൽമെറ്റ് ഇത് അങ്ങ് ചെയ്ത് ഒത്തിരി വർഷമായ ഹെൽമെറ്റായത്. ഇത് എനിക്കൊരു ആക്സിഡൻറ്റ് സമയത്ത് എന്നെ രക്ഷിച്ച ഒരു ഹെൽമെറ്റായത്. ഇതിപ്പോൾ താഴെ വീണിട്ട് ഇതങ്ങ് പൊട്ടിയത് തന്നെ, ഇതിൻ്റെ സ്ട്രാപ്പും ഒക്കെ പോയി. പക്ഷേ എങ്കിലും ഇതെനിക്ക് കളയാൻ ഒരു മനസ്സില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തു വെച്ചേക്കുവാ ഈ ഹെൽമെറ്റ്. എനിക്കൊരു ഓർമ്മയായി ഹെൽമെറ്റ്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ആക്സിഡൻ്റ് ആയിട്ട് എൻ്റെ കൈയൊക്കെ ഒടിഞ്ഞ് എല്ലൊക്കെ പൊടിഞ്ഞ് ആകപ്പാടെ ഞാൻ ഒരു 10-20 ദിവസത്തോളം അമൃത ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ ഒരു കഥയുണ്ട് എനിക്ക്. ആക്സിഡൻ്റ് ആയതാണ്. അപ്പോൾ അങ്ങനെയുണ്ട് ഒരു കഥ. ഇത് ഞാൻ ഒരു 3-4-5 ദിവസത്തെ വീഡിയോകളെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം ഒരുപാട് ലെങ്ത് കൂടുതലായിരിക്കും, നിങ്ങൾക്ക് ബോറടിക്കും ഒക്കെ എനിക്കറിയാം. എങ്കിലും ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്നുള്ളൊരാഗ്രഹം കൊണ്ടങ്ങ് ചെയ്യുന്നതാണ്. പിന്നെ ആദ്യമൊക്കെ സൗണ്ട് കൊടുത്തതെല്ലാം അങ്ങ് പോയി, പിന്നെ സൗണ്ട് കൊടുത്ത് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഹെൽമെറ്റൊക്കെ തലയിൽ വെച്ചൊരു ഷോ കാണിക്കുന്നത്. ഇത് നിങ്ങളാരും ചിരിക്കരുത് കേട്ടോ. സംവിധാനവും ക്യാമറയും എഡിറ്റിങ്ങും എല്ലാം ഒറ്റ ഒരാളായതുകൊണ്ട് ഒത്തിരി പോരായ്മകൾ കാണും. പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ ഒരുപാട് തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ട്രെയിനൊന്ന് പോകണമായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്തൊരു ബേക്കറി ഉണ്ടായിരുന്നു, അവിടെ ഒന്ന് കയറി. അത് കുറച്ച് അങ്ങനെ വലിയതായിട്ട് ബേക്കറികളൊന്നും ഇപ്പോൾ കഴിക്കാറില്ല. ഇത് പിന്നെ ഞാൻ അന്ന് പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങളുടെ വീടിൻ്റെ ഈ ഫ്രണ്ട് സൈഡ് രണ്ടും ഇങ്ങനെ പൊട്ടി ഒരു വല്ലാണ്ട് ഇരിക്കുക. ഇത് എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യാതെ ആദ്യം ഞങ്ങൾ ഒരു 10,000 രൂപയോളം മുടക്കി ഇതൊക്കെ ചെയ്തതാണ്. പക്ഷേ 2 സൈഡിലും ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സൈഡാണെങ്കിൽ ഇപ്പം ലീക്കാവുന്നില്ല, പക്ഷേ ഒരു സൈഡിൽ നിന്ന് ഒരുപാട് വെള്ളം വരുന്നുണ്ട്. കമ്പിയൊക്കെ തുരുമ്പിക്കുമല്ലോ. അപ്പോൾ ഷീറ്റ് ഇടാമെന്ന് വെച്ചാലും ഇതിൻ്റെ മുകളിൽ കൂരയുള്ളത് കൊണ്ട് അതും ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യ, അത് ആകപ്പാടെ പെട്ടിരിക്കുക. ഇത് ലീക്കാവുന്നുണ്ട്. നമുക്കത് കാണുമ്പോൾ ഒരു സങ്കടമാണ്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പഴക്കമില്ലല്ലോ നമ്മുടെ വീടിന്. ഇതിനിപ്പോൾ ഒരു പണി ചെയ്യാൻ ഇതിനാകെല്ലാം ചിരണ്ടിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ അതൊന്ന് വൃത്തിയാക്കി വെക്കണമെന്നും ഉണ്ട്. ഒന്ന് വൈറ്റ് പെയിൻറ്റെങ്കിലും അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കുമല്ലോ. പിന്നെ വെളിച്ചെണ്ണയൊക്കെ തീർന്നു. വെളിച്ചെണ്ണ തീർന്നെന്ന് പറയാൻ, വെളിച്ചെണ്ണയാണെങ്കിൽ എനിക്ക് വീട്ടിൽ അവിടുന്ന് തന്നു കഴിഞ്ഞിട്ട് അവിടെ കൊപ്രയൊക്കെ ആട്ടുമ്പം എനിക്കിവിടെ തേങ്ങ ഇല്ല. ഞാൻ തേങ്ങ എടുക്കണമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത് അരയ്ക്കുന്നത്. ഇവിടെ 2 തേങ്ങയേ ഉള്ളൂ, അതിൽ വലിയ തേങ്ങയൊന്നുമില്ല. പിന്നെ വെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിൽ പടിയിട്ടേന്ന് തരും. പടിയിട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്. അവിടെ അച്ഛൻ മരിച്ചുപോയി, അമ്മയും ചേട്ടനും ചേച്ചിയും ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് തരും ഇതൊക്കെ. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ 2-3-4-5 ദിവസത്തെ വീഡിയോകൾ ഒന്നിച്ച് ഞാനിത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും, ഈ പെണ്ണമ്പിള്ള എന്തോ ഈ പറയുന്നതെന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ സൗണ്ട് കൊടുക്കണ്ടായോ? സൗണ്ട് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. ഇതിപ്പോൾ ഈ ചീനി വയറ്റിലും അവിടുന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വൈകിട്ട് ഇട്ട് ചായയും കൂടെ ആക്കി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് അതങ്ങനെ. പിന്നെ വേറെ എന്തോ ഉണ്ട് വിശേഷം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിലോ ഒക്കെ നിങ്ങൾ കമൻറ്റിൽ കൂടെ ഒക്കെ പറയണം കേട്ടോ.
ഇത് പിന്നെ അന്നൊരു കൊല ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഷെയ്ഡയിലോട്ട് വീണ് കിടക്കുമായിരുന്നെന്ന്. അത് പിന്നെ എടുത്തതാണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്, കൈ കൊണ്ട് വലിയ ഇങ്ങനെ പൊക്കാനും താക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായി. സ്റ്റീലും കമ്പിയൊക്കെ നിങ്ങളെക്കാട്ടിലും എക്സ്ട്രാ ഫിറ്റിങ് കുറച്ച് കൂടുതലായി എനിക്ക്. 2-3 സ്ക്രൂവും കമ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ കൈ മേളോട്ട് പൊക്കാനും എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ഇച്ചിരി റിസ്ക് എടുത്ത് പിന്നെ ഇതങ്ങ് വെട്ടി. ഇനി അല്ലെങ്കിൽ കിളികളൊക്കെ അങ്ങ് കൊത്തി എടുക്കുമല്ലോ. കിളികളെ അതിന് എടുക്കുന്നതിനല്ല എങ്കിൽ തന്നെയും പിന്നെ ഇത് പഴുക്കാറായി, മൊത്തം അത് പഴുക്കാറായി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ അതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് എടുക്കുന്നതാകട്ടോ. അങ്ങനെ കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെയെങ്കിലും ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് കുറേ നേരം പിന്നെ പ്രാർത്ഥിച്ച് പിന്നെ അന്നേരം ഫ്രിഡ്ജിനകം എല്ലാം ഒന്ന് ഞാൻ സാധനങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെയും കുറേ നാളായിട്ട് വിചാരിക്കുന്ന അതിനകം ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടായിരുന്നു പോയത്. അപ്പം അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വെച്ചു. പിന്നെ ഇതെല്ലാം നല്ലപോലൊക്കെ ഒന്ന് കഴുകി തുടച്ച് ഇതിനകത്തെ നമ്മുടെ ഫ്രിഡ്ജിനകത്തെ ഈ പിന്നെ സ്മെല്ല് പോകാൻ ഞാൻ ഈ സോഡാപ്പൊടിക്കകത്ത് ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ച് അതിനകമൊക്കെ തുടയ്ക്കുന്നത്. അപ്പം നമുക്ക് അതിനകത്ത് ഒരു പന്ന മണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോകും. പിന്നെ മീനൊക്കെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും അതിനകത്ത് കുത്തിക്കയറ്റി വെക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. ഞാനങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വെക്കാറില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ വെക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ എല്ലാവർക്കും അങ്ങനെയൊന്നും പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ആണെങ്കിൽ ഒരു 10-14 വർഷത്തിന് മുകളിൽ ഒരുപാട് വർഷമായി, 14 വർഷത്തോളം ആവുന്നു എൻ്റെ ഫ്രിഡ്ജ്. അപ്പോൾ ഇതുവരെ അങ്ങനെ വലിയ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. ഒരു വട്ടോ മറ്റോ അതിൻ്റെ കമ്പൽസറിന് എന്തോ ഒരു പ്രശ്നം വന്ന് അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അതേ ഉള്ളൂ. അപ്പം പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ഒന്ന് ഒരു സങ്കടം വരുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം ഞാനത് പിന്നെ അത് കേട്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അത് ഇമോഷണൽ ആവുന്ന ഒരു ടൈപ്പാണ് ഞാൻ. അത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, ഇപ്പം തുടങ്ങിയ ഒരു അസുഖമാണ്. അപ്പം ഞാനത് മോളോട് പറയുമ്പോൾ അവൾ പറയും അമ്മ വൈറ്റമിൻ ഡി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചിലപ്പം ഇങ്ങനെയൊക്കെ വൈറ്റമിൻ ഡിയുടെയൊക്കെ കുറവ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് സങ്കടങ്ങളൊക്കെ വരും. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വിഷമം വരും. പിന്നെ ഓരോ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ഞാൻ മോളോട് പറയും, അവിടെ ബാംഗ്ലൂരിലാണല്ലോ അവൾ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അവളോട് പറയും ഇങ്ങനെ ഓരോന്നൊക്കെ ഷെയർ ചെയ്യും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഒന്നും അവിടെ ഒന്നും പൈസയുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട, പെട്ടെന്ന് ഇങ്ങ് പോന്നേക്കണം എന്ന് പറയും. അപ്പോൾ അത് അവൾ വിളിച്ച് അച്ഛനോട് പറഞ്ഞ് അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും എന്തിനാ അവിടെ പോയിരുന്ന് കരയാനാണോ എന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കും. അതൊക്കെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ആ ഒരു കൊല, ഇന്നലെ ഞാൻ വെട്ടിയ കൊല അതിൻ്റെ ഇടയ്ക്കൊരു ഇത് വന്നില്ലേ അത് കണ്ടത്. ഇത് പിന്നെ ഞാൻ പെട്ടെന്ന് എനിക്കിപ്പോൾ വലിയ കറി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കഞ്ഞി പോലെ ആക്കാമെന്ന്. പൊടിയരി ഇരിപ്പുണ്ടായിരുന്നു, അങ്ങനെ പൊടിയരി ഇട്ട് കഞ്ഞി വെച്ചു. കഞ്ഞിയും മാങ്ങ ചമ്മന്തിയായിരുന്നു, അതും കൂടെ കൂട്ടി കഴിച്ചു. ഇതിപ്പോൾ ഞങ്ങളുടെ തെറ്റി പൂത്തതാണ് കേട്ടോ, ജെറബറി. പിന്നെ വേറെ വിശേഷം എന്തുവാടാ, അങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ
ഇത് പ്ലാസ്റ്റിക് കുറേ ഇപ്പോൾ ഒരു മാസത്തിന് മേലായി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് പ്ലാസ്റ്റിക് കൊടുക്കാൻ പറ്റിയില്ല. ഞാനിതെല്ലാം കൂടെ നമ്മുടെ പാലിൻ്റെ കവറൊക്കെ ആണെങ്കിലും കഴുകി എല്ലാം ഇതിനകത്താക്കി അങ്ങ് വെക്കും. ഇതിപ്പോൾ ഈസിയുടെ ഒരു കവറുണ്ട്, അതിനകത്താകുമ്പോൾ എല്ലാം കൂടെ അതിനകത്ത് അങ്ങ് ഇരുന്നോളും. പിന്നെ അവർ വരുമ്പം ഞാൻ ഇതിനകത്തോട്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് അവർക്ക് കൊടുക്കാമല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കൊടുക്കുന്നത് ഞാനാണെന്ന് തോന്നുന്നു. അവർക്കും കൊടുക്കുന്നതിന് അവർക്ക് എടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. 50 രൂപ നമ്മൾ കൊടുക്കുന്ന മാക്സിമം ഞാനത് മുതലാക്കും. മുട്ടായിയുടെ കവറ് പോലും ഞാൻ ഇതിനകത്തിടും, ഇട്ടിട്ടാ കൊടുക്കാറ്. പേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പേസ്റ്റിൻ്റെയൊക്കെ കവറ് കഴുകിയൊക്കെ ഇടും. അപ്പോൾ അവർ ചോദിക്കും ഇത് ഒന്നും കളയാറില്ല. പക്ഷേ എനിക്ക് ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഭയങ്കര ഇതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പം തലവേദന എടുക്കും. അന്നേരം അത് പിന്നെ അതുകൊണ്ട് പിന്നെ അത് തന്നെയല്ല, ഇതെല്ലാം നമ്മൾ ഇതിന് മുമ്പാണെങ്കിൽ ഇതെല്ലാം നമ്മൾ കത്തിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കത്തിച്ച് നമുക്ക് എന്തെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഇത് 50 രൂപ പോയാലും സാരമില്ല, ഇത് പ്ലാസ്റ്റിക് അങ്ങ് പോകുമല്ലോ. അത് മാക്സിമം നമ്മൾ മുതലാക്കാറുണ്ട്. പിന്നെ ഈ കുപ്പിയൊക്കെ ഞാൻ അത് കൊടുക്കാറില്ല, അതൊക്കെ എടുത്ത് മാറ്റി വേറെ ഒരു കോക്കയ്ക്കകത്താക്കി വെക്കും. ഇത് പിന്നെ നമ്മൾ ഈ ആക്രിയൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കും. വലിയ വിലയൊന്നും കിട്ടത്തില്ല, എങ്കിലും 100 രൂപ 150 രൂപയൊക്കെ കിട്ടും. സാരമില്ല, അത്രയായാലും കുഴപ്പമില്ല, വലിയ നഷ്ടമൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ പോന്നു. പിന്നെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇതിപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണ്. ചിലപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകാനാണ് സാധ്യത. എങ്കിൽ തന്നെയും കുറേ കുറച്ച് ലോങ്ങായിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പം മഴ മാറി നിൽക്കുക, വെയിലുണ്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ളടാ എൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഞാനൊരു കാര്യം കൂടെ കാണിക്കാവേ. ഇത് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരു പുതിയ അതിഥിയാണ് കേട്ടോ. ഇത് എവിടുന്നോ എങ്ങനെയോ എത്തിപ്പറ്റിയതാ. പിന്നെ അത് മതിലേലിരിക്കുമായിരുന്നു. മതിലേലിരുന്ന് പിന്നെ കുറേ നേരം ഞങ്ങളൊക്കെ അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത്. എപ്പോഴും കാണാൻ പറ്റുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ ഇത്. ഇതിപ്പോൾ പന്നിയുണ്ട് ഇവിടെ. പന്നിയെ ഞങ്ങൾ പിടിച്ചു, കുടുക്കൊക്കെ ഇട്ട് ഞങ്ങൾ പന്നിയെ പിടിച്ചു. പഞ്ചായത്തിൽ നിന്ന് വന്ന് അത് വെടിയൊക്കെ വെച്ചു, പിന്നെ കുഴിച്ചൊക്കെ ഇട്ട് ഞങ്ങൾ. പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം അതിലേ കയറിയിരുന്ന കാഴ്ചയൊക്കെ കാണുന്ന കണ്ടോ. പിന്നെ ഞാൻ എന്തുവാന്ന് ചോദിച്ചപ്പോൾ തിരിഞ്ഞ് എന്നെ ഇങ്ങനെ നോക്കുന്നു. പിന്നെ എവിടെയോ അത് പിന്നെ കണ്ടത്തിലോട്ട് അപ്പുറം കണ്ട ഭാഗമാണ്. അപ്പോൾ അപ്പുറത്തോട്ടൊക്കെ പോയി. പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലടാ, ഇങ്ങനെയൊക്കെ പോകുന്നു, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇത് പിന്നെ ലച്ചുവിന് കുറച്ച് സാധനങ്ങൾ കൊടുത്തുകൊണ്ട് അവിടെ എല്ലാം തീർന്നു. ക്രീമും കാര്യങ്ങളും ഒക്കെ ഞാൻ അവൾ പറയുന്ന അനുസരിച്ച് ഇവിടുന്ന് ഞാനെല്ലാം ഓർഡർ ചെയ്തൊക്കെ കൊടുക്കുന്നത്. പിന്നെ അച്ചാറുണ്ട്, മീൻ അച്ചാർ, കടുവ് മാങ്ങ, പിന്നെ ഇത് കാന്താരിമുളകും വെളുത്തുള്ളിയും കൂടെ അച്ചാറിട്ടതാണ് കേട്ടോ. പിന്നെ ബിസ്ക്കറ്റ്, കുറച്ച് ക്ലിപ്പുകൾ, എല്ലാം ഹോസ്റ്റലിൽ നിൽക്കുന്നതല്ലേ, എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.